കുറേ വലിയ ബ്രേക്ക് കിട്ടിയിട്ടും ഭാഗ്യദോഷം കൊണ്ട് തിരിച്ചു വന്ന ആളുകളാണ്. ജോളി എബ്രഹാം, ജയിക്കാനായി ജനിച്ചവൻ ഞാൻ എന്നുള്ള പാട്ട് പാടിയ ആളാണ്. സൂപ്പർ ഹിറ്റ് പാട്ടായിരുന്നു. പുള്ളി കുറേ കാലം സിനിമയിലൊക്കെ വന്ന ശേഷം പുള്ളി സ്വയം ആത്മീയ സംഗീതത്തിൻ്റെ വഴിയിലേക്ക് പോവുകയത്. സിനിമയല്ല എൻ്റെ വഴി, ഗോസ്പൽ മ്യൂസിക്കാണെന്ന് പറഞ്ഞിട്ട് പുള്ളി കംപ്ലീറ്റ് സിനിമ വിട്ടു. അങ്ങനെ ഓരോ ആളുകളുടെ ജീവിതത്തിലും മച്ചാട്ടു വാസന്തി, ധാരാളം പേരുണ്ട്, പ്രേമ, അങ്ങനെ പ്രതിഭാശാലികളായ സിംഗറാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവരൊന്നും സിനിമയിൽ പൊന്തി വരാത്തത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഇതിനെ പിന്നാലെയൊക്കെ പോകാറുണ്ട്, പല സിംഗേഴ്സിനെയൊക്കെ കണ്ടെത്തും. അപ്പോൾ അവർക്ക് തന്നെ അത്ഭുതവും സന്തോഷവും, നീ പാട്ടുകാർക്ക് ഓർക്കുന്നുണ്ടല്ലോ എന്ന്. ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം, യേശുദാസ് അങ്ങനെ അവരെ വാഴി മുടക്കിയൊന്നും പറയാൻ പറ്റില്ല. കാരണം അന്നത്തെ കാലത്ത് യേശുദാസാണ് ഏറ്റവും ഡിമാൻഡുള്ള ഗായകൻ. ഒരു മ്യൂസിക് ഡയറക്ടർ ഡ്രീം സിംഗറാണ് യേശുദാസ്. യേശുദാസിനെ പാട്ട് പഠിപ്പിക്കാൻ ഒരു മണിക്കൂർ പാട്ട് പഠിക്കുന്നു, 1 മണിക്കൂർ റെക്കോർഡ് ചെയ്യുന്നു, സ്ഥലം വിടുന്നു.